നമസ്കാരം. വിനായകനെക്കുറിച്ചും ധൂമാവതി ദേവിയെക്കുറിച്ചും ഞാനൊരു എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് കണ്ടു കാണും. എന്നെ നടുക്കിക്കൊണ്ട് ഇല്ലെങ്കിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അക്കാലത്ത് മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വാമി എന്ന് വിളിക്കണോ അതോ സുനിൽജി എന്ന് വിളിക്കണോ അതോ സുനിലേ എന്ന് വിളിക്കണോ? ഞാൻ പറഞ്ഞു, എന്ത് വേണമെങ്കിലും വിളിക്കാം, യാതൊരു വിരോധമില്ല. താങ്കൾക്ക് എവിടെ നിന്നാണ് അത് കിട്ടിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ വിനായകൻ ആ ഒരു മരത്തിൻ്റെ കീഴിൽ നിന്ന് കാക്ക കരയുന്ന അതേ ശബ്ദത്തിൽ കരയുകയും കാക്കകൾ നിരവധി വരുന്നതും ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ എൻ്റെ കർണേക്ഷി ഉപാസനയിലൂടെ ഞാൻ നേടിയെടുത്ത ആ പ്രവചനം എന്ത് കൃത്യമാണ് എന്നുള്ളതാണ്. കാരണം എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇപ്പോൾ എൻ്റെ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഭൗതിക ജീവിതം വെടിഞ്ഞ് എന്ന് തന്നെ പറയാം. വെടിയാനായിട്ട് ഹിമാലയത്തിൽ നിരവധി തവണ പോയിട്ടുള്ളതാണ്. ദൈവവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കരിക്കം ക്ഷേത്രത്തുമായിട്ട് മാത്രമേ ബന്ധമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിത്യവും പോയി പ്രാർത്ഥിക്കും. അന്ന് 70 പൈസയേ ഉള്ളൂ അവിടം വരെ പോകാൻ. അതുപോലും ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാലമാണ്. ഞാൻ അതുകൊണ്ട് പേട്ടയിൽ ഇറങ്ങി നടന്ന് അവിടെ ചെല്ലും. 11 മണിക്ക് അമ്പലം അടച്ചു കഴിഞ്ഞാൽ ഒരു ബസ്സുണ്ട്. പലപ്പോഴും അവിടെ ഇരുന്ന്, അന്നൊരു ഓലപ്പുര മാത്രമേ ഉള്ളൂ ഈ കരിക്കം ചാമുണ്ടേശ്വരി ക്ഷേത്രം. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ അനുഗ്രഹങ്ങൾ, പിന്നെ അവിടെ ദേവിക്ക് സമ്പന്നനായി കഴിഞ്ഞപ്പോൾ അവിടെ ദേവിക്ക് സ്വർണ്ണവാള് കൊടുക്കണം തോന്നി അത് കൊടുത്തത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് മറ്റൊരവസ്ഥയിലായി ആത്മീയതയിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു പീഠം വേണമെന്ന് വെക്കുമ്പോൾ ആ വാള് കൊടുത്ത ആൾ തന്നെ പീഠം കൊടുക്കണമെന്ന് പറഞ്ഞ് ആ പീഠം അവിടെ കൊടുത്തത്. ആ പീഠം കൊണ്ടുപോകുമ്പോൾ ഒരു സംഭവമുണ്ട്. ഞാൻ അന്ന് ബന്ദ് ദിവസമായിരുന്നു, ഭാരത് ബന്ദ്. ഞാൻ ഈ പീഠം കൊണ്ടുപോകുമ്പോൾ ആ പേട്ടയിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെന്നെ തടഞ്ഞു. അവർ എൻ്റെ വേഷവും എൻ്റെ കുങ്കുമം എല്ലാം കണ്ടുകൊണ്ട് ഇവൻ സംഖ്യയാണ്, ഇവനെ വിടരുത് എന്നൊക്കെ പറഞ്ഞൊരാൾ ആക്രോശിച്ചു. ഞാൻ പറഞ്ഞു, ഇത് കരിക്കം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന പീഠമാണ്. അയാൾ പറഞ്ഞു, എന്തൊരു തേങ്ങയാണെങ്കിലും നീ ഇന്ന് പോണ്ടടാ എന്ന്. ആ പോലീസുകാരൻ അവിടെ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അയാൾ നിസ്സഹനായി ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ അവിടെ ഒരു അടിമയെ പോലെ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ അവിടെ കണ്ടു. ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം തിരിഞ്ഞു നടന്നു. ഞാൻ ആ പീഠവുമായി തിരിഞ്ഞു. കാരണം ഈ ദൈവമില്ല എന്ന് പറയുന്നവരും ദൈവത്തെ വിശ്വസിക്കാത്തവർക്കും ഒക്കെ അതിൻ്റെ 3ാം തലമുറയിൽ വരുന്ന ഫലങ്ങളുണ്ട്. വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥകളിലേക്ക് ഇവർ ചെന്ന് ചേരും എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധമുള്ള നിരവധി പേർ എന്നെ വരാറുണ്ട്, എൻ്റെ അടുത്ത് വരാറുണ്ട്, ജാതകം കൊണ്ട് വരാറുണ്ട്, നോക്കാറുണ്ട്. ജാതകം നോക്കാനൊന്നും അറിയില്ലെങ്കിലും പൂർവ്വജന്മം വെച്ച് ഞാനിത് പറയും. എന്ത് മ്ലേച്ഛമായിട്ടാണ് അവർ സംസാരിക്കുക. ഒരാളുടെ വേഷം കണ്ടാണോ അയാളെ വിലയിരുത്തുക? ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു പീഠം കൊണ്ടുപോകുമ്പോൾ എന്ത് നികൃഷ്ടമായിട്ടാണ് സംസാരിക്കുക. ഞാൻ തിരിച്ചുപോയി. ഞാൻ ആ പ്രസ്ഥാനത്തോടല്ല, എനിക്ക് ഇത്തരം പ്രസ്ഥാനങ്ങളിൽ ഉള്ള വ്യക്തികളോട്, എനിക്ക് ആ മനുഷ്യനോട് കുറെ കഴിഞ്ഞ് വേറൊരാൾ വന്നു. ആ വിട്ടയില്ലെങ്കിൽ നമ്മളെ കൊല്ലും. എന്താ, എത്രയോ പേര് കൊല്ലാൻ ശ്രമിച്ചതാണ്, തല അങ്ങ് വെട്ടും. അങ്ങനെ നട്ടല്ലും കൊല്ലാൻ ധൈര്യമുള്ള ഒരാൾ വന്നാൽ ഒരിക്കലും ഓടിപ്പോകത്തില്ല. കാന്തല്ലൂർ സ്വാമി, സുനിൽ പരമേശ്വരൻ അവിടെ തന്നെ നിൽക്കും. എന്തൊരു മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്. നിങ്ങളൊന്ന് തിരിച്ചറിയാത്ത എന്താണ്? നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനമൊക്കെ ശരി തന്നെ, പക്ഷെ മാന്യമായിട്ട് ഒരാളോട് പെരുമാറുന്നത് എങ്ങനെയാണ്? അതാണ് ഈ പാർട്ടിക്ക് വലിയ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ദയനീയമാണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ. ഇപ്പോൾ എൻ്റെ ആശ്രമം, എൻ്റെ കാന്തല്ലൂർ ആശ്രമത്തിലേക്ക് ഒരു ന്യൂസുകാരൻ കയറിയിട്ട് എന്നെ ഒരുപാട് 10-11 എപ്പിസോഡ് എനിക്കെതിരായിട്ട് ഉണ്ട്. അതിപ്പോൾ ടി വിയിൽ കിടപ്പുണ്ട്. ഞാൻ അതിനെതിരെ കോടതിയിൽ പോയിട്ട് എല്ലാം വാറണ്ടും ജാമ്യമൊക്കെ എടുത്ത് നിൽക്കുവാണ് എല്ലാവരും, പലരും. അതിൽ യഥാർത്ഥത്തിൽ അവിടെ കയറി അത്രയും ചെയ്ത ഒരാൾ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഇതാരാണ് ചെയ്യിപ്പിച്ചതിൻ്റെ മുഴുവൻ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. അതെനിക്ക് കോടതിയിൽ ഹാജരാക്കാനേ പറ്റൂ. അപ്പോൾ ഒരു പ്രസ്ഥാനം നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അങ്ങനെ നശിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ വേടനെക്കുറിച്ച് ഇപ്പോൾ ഇന്നും പുതിയ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വേടനെ മാറ്റി നിർത്തിയിട്ട് പറയുവാണ്, വിനായകൻ എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെയൊക്കെ നമ്മൾക്ക് ഒരു വശം മാത്രമേ, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വശം ഒഴിച്ച് ബാക്കിയുള്ള വശങ്ങൾ നമ്മൾ എടുക്കണം. ഇത് നമ്മുടെ ഈ പാമ്പ് വിഷം എടുത്ത് വിറ്റ് ജീവിക്കുന്നതാണ് വാവാ സുരേഷ് എന്നതിൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അനാവശ്യം പറയരുത്. ഒരാ വ്യക്തിയെക്കുറിച്ച് അറിയില്ല, ആ വ്യക്തിയെക്കുറിച്ച് എന്തും പറയാം. സോഷ്യൽ മീഡിയയിൽ സെൻസറിങ് ഇല്ല.
എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് 10-11 എപ്പിസോഡുകൾ. ഞാനതെല്ലാം കോടതിയിൽ പറഞ്ഞു, കോടതി നിൽക്കുവാണ്, കോടതിയിൽ വന്നേ പറ്റൂ. ആ ചാനലിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പണ്ട് വല്ല ഉജ്ജ്വലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിയമമൊന്നും ഇവിടെ കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. പക്ഷേ ദൈവം കൊടുക്കുന്നൊരു ശിക്ഷയുണ്ട്. നിയമമൊക്കെ എങ്ങനെ കിടക്കും. ഇപ്പോൾ അതിനകത്ത് പങ്കെടുത്ത ഒരാൾ, ഞാൻ പറഞ്ഞില്ലേ, പണ്ട് AK ശശീന്ദ്രൻ എന്ന് പറഞ്ഞ മിനിസ്റ്റർക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാലും ഒരു പെൺകുട്ടിയെ വെച്ചിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കി ഒരു ചാനൽ പുറത്തു വരാൻ ശ്രമിച്ചു. അയാളെ അപകീർത്തിപ്പെടുത്ത് പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ ഉണ്ടാക്കിയ ആള് കുറേ കാലം ജയിലിൽ കിടന്നു, കുറേ പേര് ജയിലിൽ കിടന്നു. അതിൻ്റെ അവസാനത്തെ സ്റ്റേജ് ഗവൺമെൻറ്റിൻ്റെ അന്വേഷണത്തിനും കോടതിയിലുമായിട്ട് നിൽക്കുന്നിട്ട് വർഷം എത്രയായി? അതിങ്ങനെയാണ് നമ്മുടെ നിയമസംഹിത എന്ന് പറയുന്നത്. അങ്ങനെയാണ് അതിങ്ങനെ കിടക്കും. ആദ്യത്തെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ആ വാർത്താ പ്രാധാന്യം നശിക്കുമ്പോൾ അത് നശിക്കും. അപ്പോൾ ഒരാൾ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഇതൊക്കെ എങ്ങനെയാണ്, അങ്ങനെയാണ്, ഇതാണ്. ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ജനങ്ങൾക്ക് വിശ്വാസമുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും തന്ത്രമാന്ത്രികങ്ങളാണെങ്കിലും പരിഹാരക്രിയകളാണെങ്കിലും ഇതിനൊക്കെ ഒരു പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ചിട്ട ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ നമ്മളൊരു ജ്യോതിഷ സംബന്ധമായ നല്ലവണ്ണം ജ്യോതിഷശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അവർ ഗ്രഹങ്ങൾ നോക്കിയതാ, ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവം, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന ആളിനെ കുറിച്ചിട്ടുള്ള സംഭവമുണ്ട്, ചെയ്യുന്ന ആളിൻ്റെ ഉപാസനാശക്തി എങ്ങനെയാണെന്നുള്ളതുണ്ട്, ഇതിന് പരിഹാരക്രിയകളുണ്ട്. ഒരു ഉദാഹരണത്തിന് എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ഈ പിതൃക്കളെ ആവാഹിച്ചു മാറ്റി ഇത് ജ്യോതിഷപ്രകാരം കബഡിയിൽ വന്നു, ഇത് ജ്യോതിഷൻ പോയി. ഞാൻ ഈ വ്യക്തിപരമായി ഇടപാടുകൾക്ക് എതിരാണ്. ഒരു പ്രേതാത്മാവ്, ഒരാൾ മരിക്കുന്നത് എങ്ങനെയാണ്? അയാളുടെ കർമ്മം അനുസരിച്ചിട്ടാണ് അയാൾക്ക് മൃത്യു സംഭവിക്കുക. ആ കർമ്മം അനുസരിച്ചുള്ള മൃത്യു സംഭവിക്കുമ്പോൾ ആ കർമ്മഫലങ്ങൾ അത് ഈ കർമ്മത്തിൻ്റെ മാത്രമല്ല, നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമനുസരിച്ചാണ് ഈ ജന്മത്തിൽ എന്താണെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. പൂർവ്വജന്മത്തിൻ്റെ കർമ്മത്തിൻ്റെ വാസന എന്ന് പറയും. ആ സ്വാധീനം ഈ ജന്മത്തിലുണ്ടെങ്കിൽ, അവൻ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും, അവൻ ജീവിതത്തിൻ്റെ അവസാന കാലം സത്യസന്ധമായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതും, ഇതെല്ലാം ചേർന്നതാണ് ജീവിതം. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ശൈശവത്തിലും ബാല്യവും യൗവനവും അവസ്ഥയുണ്ട്. യൗവനാവസ്ഥയിൽ നമ്മളിതൊന്നും അറിയില്ല. യൗവനാവസ്ഥയിൽ വൃദ്ധനായ ഒരാളെ കാണുമ്പോൾ ഇയാൾ കിളവൻ, പുച്ഛൻ എന്നൊക്കെ പുച്ഛിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, എൻ്റെ കൂടെ പണ്ട് ഓഫീസിൽ ജോലി ചെയ്തത്. അയാൾ ഈ ഒരുമാതിരി കണ്ടാൽ അവൻ എന്തൊരു മുഖം, അവൻ എന്തിങ്ങനെ. അപ്പം ഞാൻ പറയാം, അങ്ങനെ പറയരുത്. ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് അവൻ്റെ ഈ സുന്ദരനായിട്ടാണെന്നോ ആവണമെന്നില്ല. സൗന്ദര്യമല്ല, ശരീരം എന്ന് പറയുന്നത് എല്ലാം തന്നെ നശിച്ചു പോകുന്നതാണ് ശരീരം. ആ ശരീരത്തിൽ രോഗാവസ്ഥകളോടുകൂടിയാണ് നമ്മൾ ജനിക്കുന്നത്, രോഗത്തോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്, രോഗത്തോടുകൂടിയാണ് നമ്മൾ മരിക്കുന്നത്. ആ രോഗത്തിൻ്റെ അവസ്ഥ അടുത്ത ജന്മത്തിലും വരും. ഒരാളെ അത്തരത്തിൽ പരിഹസിക്കരുത്. അവസാനം കേട്ടു, അവസാനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഞാൻ കേട്ടു അദ്ദേഹത്തിൻ്റെ ഒരു വശം തളർന്നു എന്ന്. അപ്പോൾ വൈകല്യം വന്നില്ലേ? അപ്പം എല്ലാം വൈകല്യമായിട്ട്, മനസ്സിൻ്റെ വൈകല്യമാണ് ഉള്ളത്, ശരീരത്തിൻ്റെ വൈകല്യമല്ല. ഇനി ശരീരത്തിന് വൈകല്യം ഒരാൾക്കുണ്ടാവണമെങ്കിൽ അതിന് കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ നമ്മൾ അപകടം സംഭവിച്ചു, നല്ല സുന്ദരനായ ഒരാൾ, നല്ല ആരോഗ്യദൃഢനായ ഒരാൾ വാഹനത്തിൽ പോകുന്നു, അയാൾക്ക് ഒരു കുഴപ്പമില്ല, ഒരു രോഗങ്ങളുമില്ല, ഒരു അപകടമുണ്ടായി, കാലുപോയ അംഗവൈകല്യം വന്ന എത്രയോ പേരുണ്ട്. കാല് വയ്ക്കുന്നവർ എത്രയോ പേരുണ്ട്. എൻ്റെ നോവുകൂടൽ എന്ന് പറയുന്ന ചെറുകഥയ്ക്കകത്ത് ഞാൻ കഥാസമാഹാരത്തിന് അനുഭവ കഥകളാണ്, അതിനകത്തൊരു ജോസഫിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു പട്ടാളക്കാരനായിരുന്നു ജോസഫ്, വെപ്പുകാല്. അയാൾ മരിച്ചപ്പോൾ ഞാനാണ് ആ കാല് കൊണ്ടുവന്ന് ഗംഗയിൽ ഒഴുക്കിയത്. ആ കാല് എത്ര ഒഴിക്കാലും തിരിച്ചു വരും. ഒരുപാട് നമ്മൾ ഈ കഴിയുന്നതും നമ്മൾ എപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് രാവിലെ ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് എനിക്ക് ദുഃഖങ്ങൾ കുറച്ച് തരണമേ എന്നാണ്. ഇനി ദുഃഖങ്ങൾ വന്നാൽ തന്നെ അത് സഹിക്കാനുള്ള ശക്തി തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് കുറേ സമ്പത്ത് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് ദൈവം പണ്ട് കുറേ സമ്പത്ത് തന്നു. ആ സമ്പത്താണ് എന്നെ ഇല്ലാതാക്കിയത്. എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ കർമ്മങ്ങൾ എല്ലാം ഇല്ലാതാക്കിയ ആ സമ്പത്താണ്. ആ സമ്പത്ത് എപ്പോഴാണോ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടത്, ആ സമ്പത്ത് എപ്പോഴാണോ സമ്പത്തെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് പോയത്, അപ്പോഴാണ് എനിക്ക് ശാന്തി കിട്ടുന്നത്. മരിച്ചതിന് ശേഷമുള്ള ശാന്തി, ജീവിച്ചിരിക്കുമ്പോൾ ശാന്തി കിട്ടുന്നതാണ് പ്രധാനം. എന്നെ വിളിക്കുന്ന ഇന്നലെ ഏകദേശം ഞാൻ വെറുതെ കണക്ക് 182 പേര് എന്നെ വിളിച്ചു, ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിളിക്കുന്നവരൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസനും ദുരിതങ്ങളാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ചക്രം എന്നാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. എന്താണ്? ഒരു ചക്രമാണ്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ഇതെല്ലാമാണ് ഈശ്വരൻ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചേക്കുന്നത്.
ജനിച്ചുടൻ കുറേ പണം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടാൽ ഒരു കാലഘട്ടം കഴിയുമ്പം അതൊക്കെ നശിച്ചു പോയ എത്രയോ പേരുണ്ട്, എത്രയോ പേർ. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസത്തെ ഞാൻ ചെയ്ത വീഡിയോയ്ക്കനുസരിച്ച് ആൾക്കാർ സംസാരിച്ചതാണ്. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമിയെക്കുറിച്ച് കുറേ മോശം വീഡിയോകൾ കിടപ്പുണ്ട്. അവിടെ കിടന്നോട്ട്, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? ഫലമുള്ള കൊമ്പിലല്ലേ എറിയൂ. നമ്മൾ കുറേ ഒരു ഫലമില്ലാത്തൊരു മാങ്ങ ഉണങ്ങി വരേണ്ട ഒരു മാവ് നിൽപ്പുണ്ട്, അതിനകത്തൊന്നുമില്ല, ഒരു ഫലവുമില്ല. അപ്പോൾ ആരെങ്കിലും എറിയൂ? അതേസമയം നല്ല പൂത്തുലഞ്ഞ മാവ് ഉണ്ടെങ്കിൽ കല്ലെടുത്ത് എറിയും, അത് ഫലം ഭക്ഷിക്കാൻ ശ്രമിക്കും. നമ്മൾ അതുപോലെ എടുക്കുക. അത് നമ്മുടെ വഴിയല്ല. ഒരാളെ ചീത്ത പറയുക, ഒരാളെ കൂടോത്രത്തിൽ നശിപ്പിക്കുക. എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച എത്രയോ പേരുണ്ട്. ഞാനൊരു ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞു തരാം. ഒരു ദിവസം ഒരു മഴയത്ത് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു 4-5 വർഷം മുമ്പാണ്, സ്വാമി ഒരാൾക്ക് സ്വാമിയെ കാണണം. അപ്പോൾ ഞാനിവിടെ ഒരു സ്ഥലത്ത് കാർ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ നിൽക്കുമായിരുന്നു വാഷ് ചെയ്യാനായിട്ട്. ഞാൻ നോക്കുമ്പോൾ നനഞ്ഞ് കുതിർന്ന ഒരു സ്ത്രീ ഒരു കുടക്കയിൽ വന്നിങ്ങനെ തൊഴുതോണ്ട് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് സ്വാമി, എന്നെ രക്ഷിക്കണം. എന്താണ്? ഇതാ എൻ്റെ വിഷയങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് 2-3 സെൻറ്റ് സ്ഥലമുണ്ട്, എൻ്റെ കുടുംബം ഇങ്ങനെയാണ്, എൻ്റെ മകളെല്ലാം ഇങ്ങനെയൊക്കെയാണ്. ഞാൻ അവർക്ക് പരിഹാരം പറഞ്ഞു കൊടുത്തു. അവർ ഒരിക്കലും പ്രമാണം പോലും നേരെ ചൊവ്വ ഇല്ലാത്ത ആ പ്രമാണം വീട് വിറ്റു. അവർക്ക് നമ്മൾ പറഞ്ഞെടുത്തതിനൊരു വീട് വെച്ചു. അവരാണ് എനിക്കെതിരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഭിചാരം ചെയ്യുന്നത്. ഞാൻ ആഭിചാരം ചെയ്ത ആൾ എന്നെ നേരിട്ട് വിളിച്ചത്, ഇങ്ങനെ ഒരു സ്ത്രീ ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട് സ്വാമിക്കെതിരെ. എനിക്ക് അവരോട് സഹതാപം പോലും തോന്നിയില്ല. കാരണം എന്തൊരു സ്ത്രീയാണ്. ഇവിടെ എനിക്ക് വേണ്ടി 2 പോത്തിനെ വെട്ടിയവരുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പോത്തിനെ വെട്ടിയപ്പോൾ എൻ്റെ കഴുത്തിനൊരു വേദന വന്നു. ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ആഭിചാരത്തിനും ശക്തിയുണ്ട്. ആഭിചാരം, നമ്മളൊരാൾക്കൊരു കർമ്മം ചെയ്യുമ്പോൾ, നമുക്ക് ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്യുന്ന ആൾക്ക് യോഗ്യതയുള്ളതല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഒരു ഗോപാലപിള്ള സാറിൻ്റെ കഥ ഉണ്ട്, ഞാനതൊന്ന് പറയാം. സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരു ഗോപാലപിള്ള സാറ് ഒറ്റയ്ക്ക് ജീവിക്കുവാണ്. അദ്ദേഹത്തെ കുറച്ച് പറമ്പുണ്ട്. ഒരിക്കൽ ഞാനെന്ന് തന്നെ വിചാരിച്ചോളൂ, നമ്മൾ ആ പറമ്പിലൂടെ ചെല്ലുമ്പോൾ തേങ്ങ വെട്ടുന്ന ദാമോദരൻ എന്ന് പറയുന്ന ആൾ തേങ്ങ വെട്ടുകയും ഈ ഗോപാലപിള്ള സാറിനെ ചീത്ത പറയുകയും ചെയ്യാണ്. ഇഷ്ടം പോലെ ചീത്ത പറയുകയാണ്. നമ്മൾ ചോദിച്ചു, ഇതെന്തിനാണ് അദ്ദേഹത്തെ ചീത്ത പറഞ്ഞത്? അദ്ദേഹം ഭാര്യയും മക്കളൊന്നും ഇല്ലല്ലോ, അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ. ഉടൻ എന്തൊരു തേങ്ങയായിരുന്നത്, അയാൾ ഇങ്ങനെയാണ്, ചുമ്മാ അയാൾക്ക് ഭാര്യയും മക്കളില്ലാത്തതാണ്, ഇതാണ്, ഭയങ്കര തെറി പറയുകയാണ്. ഒരു തേങ്ങയുടെ വിഷയമാണ്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത്, ഞാനെന്ന് തന്നെ പറയാം പ്രതിരൂപമായിട്ട്, അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈ ഇങ്ങനെ ഇതിൽ പിടിച്ചിട്ട് ഇങ്ങനെ ദൂരർക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ചെല്ലുന്നൊന്നും അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ ഇമകൾ പോലും വെട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ പോയി സാർ എന്ന് വിളിക്കുമ്പോൾ സുനിലെപ്പോൾ വന്നു ചോദിച്ചു. ഇപ്പോൾ ഞാൻ പോയി സാറേ തേങ്ങ വെട്ടുന്ന അയാൾ അവിടെ നിന്ന് സാറിനെ തന്തയ്ക്കും തള്ളയ്ക്കും പിന്നെ വളരെ മോശമായി കുടുംബത്തെയും പുള്ളി യാതൊരു വികാരമില്ലാത്ത ഗോപാലുള്ള സാർ പറഞ്ഞു. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, അവന് ഞാൻ സഹായം ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. നമ്മളിത് മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമാണ്. സഹായം ചെയ്തവർ മാത്രമേ ആ സഹായം സ്വീകരിക്കാൻ അവൻ അർഹതയുണ്ടോ എന്നറിയാതെ നമ്മൾ സഹായിച്ചാൽ. ഇന്നലെ നമ്മുടെ ഒരു സുഹൃത്ത് എന്നെ കാണിച്ചൊരു കുടുംബത്തോടു കൂടി വന്നു. ഇന്നലെ 2 ദിവസം മുമ്പാണ്. അദ്ദേഹം ഒരു വലിയൊരു വ്യവസായം നടത്തി. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഒരു പഴയ സുഹൃത്ത് ജോലിയില്ലാതെ വന്നു. വളരെ ദയനീയതയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടെ കണക്കുകളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അവിടെ അക്കൗണ്ടൻ്റായിട്ട് പിടിച്ചിരുത്തി. ആ ബിസിനസ് സ്ഥാപനം പുള്ളി തൊലച്ചു, നശിപ്പിച്ചു. എന്നിട്ട് ഇദ്ദേഹം ഇതെല്ലാം കൂടെ കൊണ്ടുപോയി മറ്റൊരിടത്ത് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്നത് ഈ റിയൽ കഥകളാണ്. ഒരു ചെറുപ്പക്കാരനായ പയ്യൻ എന്നെ വിളിക്കുകയാണ്. അയാളുടെ അച്ഛനും കൊച്ചച്ഛനും കൂടെ ചേർന്നിട്ട് ഒരു സ്വർണത്തിൻ്റെ ഒരു ചെറിയ കട തുടങ്ങി. ആ കട തുടങ്ങിയിട്ട് എല്ലാം വിശ്വസിച്ച് കൊച്ചച്ഛനെ ഏൽപ്പിച്ചു. ആ കട മുഴുവൻ കൊണ്ടുപോയി കൊച്ചച്ഛൻ. ഏകദേശം 2 കോടി രൂപയ്ക്ക് പുറത്തുണ്ട്. ഈ കട ശൂന്യമായി പോയി. അപ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ അത് തരാം, ചെയ്യാം. അയാൾ വേറെ കടയിട്ടു. ഇതാണ് ഈ വിശ്വാസത്തിൻ്റെ ഒരു വലിയ അടിത്തറ എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ മുമ്പിൽ വരുന്ന, ഞാനിത് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ഒരാൾക്കെങ്കിലും ഇത് അനുഭവ ഗുണത്തിൽ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ അവസ്ഥയാണ് അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ അടുത്ത് ഒരാൾ സഹായം തേടി വരുന്നു. ആ സഹായം തേടി വരുന്ന ആൾ നമ്മൾ സഹായം കൊടുക്കാൻ അർഹനാണോ? ഇപ്പോൾ ഒരു നാരായണൻ്റെ കഥയുണ്ട്. ഞാനിതൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണിത്. നാരായണൻ ധാരാളം ദാനകർമ്മങ്ങൾ ചെയ്തു, വീടുകൾ വെച്ചു കൊടുത്തു, ഒരുപാട് പേരെ സഹായിച്ചു, പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തു. ഒരുപാട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തു എന്ന് ഇദ്ദേഹം വിശ്വസിച്ച് അവസാന കാലത്ത് ഈ സ്വത്തും പണവും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ട് ഇദ്ദേഹം ഒരു വീടിൻ്റെ ഒരു പോർഷൻ മുഴുവൻ ഇലയിട്ട് ആൾക്കാർക്ക് ആഹാരം കൊടുത്തതൊക്കെ ഇടിഞ്ഞ് തകർന്ന് ഇദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനില്ലാതെ മരിച്ച് ഇദ്ദേഹം ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഭഗവാൻ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഇത്രയൊക്കെ ദാനകർമ്മങ്ങൾ ചെയ്തു,
ഞാൻ വീട് വെച്ച് കൊടുത്തു, കല്യാണങ്ങൾ നടത്തി, ഭക്ഷണം കൊടുത്തു, എന്നിട്ട് അന്നദാനമൊക്കെ കൊടുത്തിട്ടും എനിക്ക് ജീവിതത്തിൻ്റെ അവസാന കാലം ദുരിതപ്പെട്ട് എഴുന്നേക്കാൻ വയ്യാതെ നരകിച്ച് മലമൂത്ര വിസർജനങ്ങളിൽ കിടന്ന് ഞാൻ നരകിച്ച് മരിച്ചതായി ഇവിടെ വന്നിരിക്കുന്നു. ഭഗവാൻ എന്താ എന്നെ രക്ഷിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയും, നിങ്ങളിതെല്ലാം ചെയ്ത ശരിയാണ്, പക്ഷേ ഇതെല്ലാം അർഹതയുള്ളവനല്ല കൊടുത്തത്. നിങ്ങൾ സ്വയം നിങ്ങൾ പേരെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പൂർവികരുണ്ടാക്കിയിട്ട് ഇഷ്ടം പോലെ സ്വത്ത്, ആ സ്വത്ത് മുഴുവൻ ഒരു കർമ്മവും ചെയ്യാതെ ദാനകർമ്മങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ ജീവിതത്തിൻ്റെ അവസാന കാലം ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നതാണ് എന്ന് പറഞ്ഞിട്ട് പറയും, നീ അങ്ങനെ ചെയ്തതുകൊണ്ട്, നീ എന്നെ നാരായണൻ എന്നുള്ള നിൻ്റെ പേര് കൊണ്ടും, നീ അവസാന കാലം നാരായണ എന്ന് പറഞ്ഞ് ജപിച്ച് ഭജിച്ച് മരിച്ചത് കൊണ്ടും, നോക്കൂ നിൻ്റെ കാൽപ്പാടുകളല്ല എൻ്റെ കാൽപ്പാടുകൾ ഞാൻ നിന്നെ എടുത്തിവിടെ കൊണ്ടുവന്നതാണെന്ന് ഭഗവാൻ പറയും. ഭഗവാൻ വിളിച്ച, പക്ഷെ സത്കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ, നമ്മൾ സ്വയം ഉയരാൻ വേണ്ടി, സ്വയം പേരെടുക്കാൻ വേണ്ടി, സ്വയം മറ്റുള്ള മുമ്പിൽ നിവർന്ന് നിൽക്കാൻ, അങ്ങനെയുള്ള ഒരു ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരാളുണ്ട്, ബുദ്ധി എല്ലാവരെയും കൊണ്ട് അമ്പലത്തിൽ പോകും, എന്നാൽ എല്ലാവരുടെ പൈസയും വാങ്ങിച്ച് അമ്പലത്തിലുള്ള എല്ലാവർക്കും കൊടുക്കും. അദ്ദേഹത്തിന് കൊടുക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പം. ഇദ്ദേഹം ചെന്നാൽ അമ്പലത്തിൽ നിന്ന് പ്രതിഷ്ഠ എടുത്ത് വീട്ടിൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ കൊണ്ട് കാണിക്കും. ഇവിടുത്തെ അമ്പലത്തിലെ ചില ആൾക്കാർ, ഇവിടെയല്ല നമ്മുടെ കേരളത്തിന് പുറത്താണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് ജീവിതത്തിൻ്റെ യഥാർത്ഥമായ അനുഭവങ്ങൾ. ഇപ്പോൾ പല സ്ത്രീകൾ എന്നെ വിളിക്കും, പറയും, ഞാൻ വിളക്ക് വെച്ച് പൂജിക്കും, ലളിതാ സഹസ്രനാമം വായിക്കും, വിഷ്ണു സഹസ്രനാമം വായിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ മക്കളിങ്ങനെ. അതൊന്നുമല്ല, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം, ഒക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ തൃപ്തിയോട് വായിക്കാം. പക്ഷെ ഇതൊക്കെ വായിച്ചത് കൊണ്ട് മാത്രമല്ല, നിങ്ങൾക്കൊപ്പം ജീവിക്കുന്നവരും ഒക്കെ കർമ്മശുദ്ധിയോടുകൂടി ജീവിച്ചാൽ മാത്രമേ ഫലമുള്ളൂ. അല്ലെങ്കിൽ എന്താ കാര്യം? നമ്മളൊരു കച്ചവടം ചെയ്യുമ്പോൾ കച്ചവടം എന്ത് ബിസിനസ്സാണ്, കച്ചവടമാണ് നമ്മൾ ചെയ്യുന്നത്, അതിനെന്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അത് പണം പലിശയ്ക്കെടുത്ത് ചെയ്താൽ വരുന്ന വിപത്ത് എന്താണ്, ഇവിടുന്ന് കിട്ടുന്ന ലാഭം പലിശയ്ക്ക് കൊടുക്കണം, മനസമാധാനം, പലിശക്കെടുത്താൽ ഉറങ്ങാൻ പറ്റില്ല, കടം മേടിച്ച് ലോൺ എടുത്ത് ഫാക്ടറി എടുത്ത് പണയം വെച്ചാൽ വീട് വെച്ചാൽ നമുക്ക് സമാധാനം കിട്ടത്തില്ല. ഇതൊന്നുമില്ലാതെ ഏറ്റവും ചെറുതായിട്ട് ബാങ്ക് ലോണുകളും കടബാധ്യതകളും ഇല്ലാതെ ഒരാൾ കച്ചവടം ചെയ്താൽ അവന് എന്താണോ കിട്ടുന്ന ലാഭവിഹിതം അവൻ സത്യസന്ധമായി, അതാണ് ജീവിതത്തിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പരിഹാരങ്ങളും ഒരു പൂജാരിയോ ഒരു ജ്യോതിഷ സംബന്ധമായ ആൾക്കാർ എന്നെപ്പോലുള്ള സ്വാമിമാരും ഒക്കെ പറഞ്ഞാലും പിതൃകർമ്മങ്ങൾ ഞാനിപ്പോൾ ചെയ്യും. ഞാൻ ആദ്യം നോക്കുന്നത് പിതൃക്കളുടെ ദോഷമുണ്ടോ. പിതൃദോഷമുണ്ടെങ്കിൽ ആ പിതൃക്കളുടെ ദോഷം അതും വഴിപാടായിട്ടാണ് ആൾക്കാർ ചെയ്യുക. വെള്ളി പ്രതിമയിൽ ആവായിച്ച് അമ്പലത്തിൽ കൊണ്ട്, ഇത് പരിഹാരമല്ല, ഇത് പരിഹാരമാവില്ല. അങ്ങനെ പരിഹാരം ചെയ്ത് ഒരുപാടുണ്ട്. ഇതിന് തന്ത്രമാന്ത്രികത്തിലൊരു ചടങ്ങുണ്ട്. അതിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത്, അത് മോക്ഷപ്രാപ്തി ദഹനക്രിയകൾ ചെയ്ത്, അതിന് ഭക്ഷണം കൊടുത്ത്, അതിന് എള്ളും ചോറും, അത് അങ്ങനെ ചെയ്താൽ മാത്രമേ പ്രേത ദുരിതങ്ങൾക്ക് പരിഹാരമുള്ളൂ. ഇതൊരു വലിയ സത്യമാണ്. ഇപ്പോൾ എൻ്റെ പ്രത്യങ്കര ദേവി പ്രത്യങ്കര ക്ഷേത്രമുണ്ട്, വാർത്താളിയും ഒക്കെ ഉള്ളതാണ് എൻ്റെ കാന്തല്ലൂർ ക്ഷേത്രത്തിൽ. അവിടെ കയറി കളിച്ചവനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചോട്ടെ. ഇപ്പോഴും ആശ്രമം ഞാൻ തന്നെയാണ് ആശ്രമത്തിൻ്റെ മഠാധിപതി. എൻ്റെ ശവകുടീരവും അവിടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ ഭീഷണിപ്പെടുത്താനായിട്ട് ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന എൻ്റെ മുമ്പിൽ നിന്ന് ഭീഷണിയൊന്നും വേണ്ട, അത് കയ്യിൽ വെച്ചോണ്ടാൽ മതി. അങ്ങനെ തൻ്റെ ഇടമുള്ള, നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ ഇടമുള്ള ഒരുത്തൻ വന്ന് സ്വാമിയെ കൊല്ലാൻ പോകണം, കൊന്നെന്ന് പറഞ്ഞാൽ ഒളിച്ചോടില്ല, നിവർന്ന് നിന്ന് കൊടുക്കുന്നു പറയാനാണ് ഇഷ്ടം. ഒരുപാട് കാര്യങ്ങളുണ്ട്. തന്ത്രമാന്ത്രികങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ബ്രഹ്മയുഗത്തെ കുറിച്ച് പറഞ്ഞതിനെതിരെ ഞാനത് സംസാരിച്ചിട്ടുണ്ട്. അത് സത്യമാണ് പറഞ്ഞത്. അനന്തഭദ്രം സിനിമയിലെ ചില ചെറിയ ഇത്രയും ശ്രമിച്ചിട്ട് പോലും ഉണ്ടായതിൻ്റെ ന്യൂനതകൾ കൊണ്ടുള്ള ജീവിതത്തിൽ ആഘാതമുണ്ടായ ആളാണ് ഞാൻ. അതുകൊണ്ടല്ലേ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഒരു യന്ത്രം വരയ്ക്കുന്ന കാര്യത്തിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി പറഞ്ഞത് അതുകൊണ്ടാണ്. തെറ്റായി വ്യാഖ്യാനിക്കാൻ എടുക്കേണ്ട. DNA നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എല്ലാം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വാർത്താ പ്രാധാന്യമില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന വിഷയങ്ങൾ ഞാൻ സംസാരിക്കുന്നുണ്ട് തന്നെ. അത് നിങ്ങൾക്കൊരു പാഠമാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തെറ്റുകളും അബദ്ധങ്ങളുമാണ് ജീവിതം. ശരികൾ വളരെ കുറച്ചേ ഉള്ളൂ. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് പറയുന്നത്. ഞാനിത് ഇന്നത്തെ ഈ എപ്പിസോഡ് മുഴുവൻ ചെയ്യുന്ന എന്നെ വിളിക്കുന്ന ആൾക്കാരുടെ പരിഹാരമായിട്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചത് കൊണ്ട്, ചന്ദനം ഇങ്ങനെ എടുത്തെറിഞ്ഞ് തന്നു അതിങ്ങനെ വാങ്ങിച്ചത് കൊണ്ടൊന്നും, ഉണ്ണയെള്ളം തളിച്ചത് കൊണ്ടൊന്നും പാടില്ല. മനസ്സ് ശുദ്ധിയാവണം, മനസ്സിന് ശുദ്ധി വേണം. ആ തീർത്ഥം ഇങ്ങനെ തളിക്കുമ്പോൾ, ഭഗവാനെ പൂജിച്ച തീർത്ഥം തളിക്കുമ്പോൾ ആ തീർത്ഥം വീണ്ടത് എൻ്റെ മനസ്സിൽ കറ പിടിച്ച മനസ്സുണ്ടെങ്കിൽ ആ മനസ്സ് മുഴുവൻ ശുദ്ധിയാകാൻ വേണ്ടിയിട്ടാണ്.
എൻ്റെ മനസ്സിൽ നന്മകളുണ്ടെങ്കിൽ മറ്റുള്ളവനെ നശിപ്പിക്കാൻ, മറ്റുള്ളവൻ്റെ പണവും സമ്പത്തോ കവർന്നെടുക്കാനുള്ളത്, ഒരുത്തനെ നശിപ്പിക്കാനുള്ള അസൂയ, മൂത്ത ആഭിചാരം, ഇതൊക്കെ ശുദ്ധിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറേണ്ടത്. ശുദ്ധിയാകാൻ വേണ്ടിയിട്ടാണ് തീർത്ഥം തളിക്കുന്നത്. ആ തീർത്ഥം കഴിഞ്ഞതിന് ശേഷം എന്താ തരുന്നത്? ആ തരുന്ന ചന്ദനത്തിൽ പോലും ആ ചന്ദനം അദ്ദേഹം തരുന്ന ആ ചന്ദനത്തിൽ പോലും ആ തീർത്ഥത്തിന് ശേഷം ശുദ്ധിയായി നിന്റെ മനസ്സിനും ശരീരത്തിനും കർമ്മത്തിനും ഇതൊരു നിവേദ്യമാകട്ടെ എന്ന് വിചാരിച്ചാണ് തരിക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന വിപത്തുകൾ, ഞാൻ ഇന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യാനുള്ള കാരണം, എന്നെ വിളിക്കുന്ന ഒരു ദിവസം 92 പേരെങ്ങാണ്ട് വിളിക്കും. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞതാണ്, ഇന്നലത്തെ കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നെ പലരും കേരളത്തിൽ വെളിയിലും ആണ് കൂടുതൽ ആൾക്കാർ, ഇന്ത്യക്ക് വെളിയിലും ഒക്കെ ഉള്ളവരാണ്. എന്നെ വന്ന് കാണും, ഒരു നാണയം വയ്ക്കാതെ എനിക്ക് ഫലം പറയാൻ പറ്റില്ല. എനിക്ക് ജ്യോതിഷം അറിയില്ല, എനിക്ക് അങ്ങനെയുള്ള പാണ്ഡിത്യമൊന്നുമില്ല. ഇനി കർണേഷു ഉപാസന ഒരു നാണയം വെച്ചാൽ ഞാൻ ഫലം പറയും. അവിടെ ആ മാടമ്പൂർ തമ്പുരാൻ ക്ഷേത്രത്തിലാണ്. ആ ക്ഷേത്രത്തിൽ 500 രൂപ കൊടുക്കണം. അവിടെ അമ്പലം പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു വെടി വയ്ക്കാൻ പറയും, 10 രൂപയുടെ വെടിയുണ്ട്, ചിലപ്പോൾ 100 രൂപയുടെ ഒരു വെടി വയ്ക്കാൻ പറയും. പിന്നെ അവിടെ ജ്യോതിഷം എടുത്ത് 100 രൂപ കൊടുക്കും. എല്ലാം കൂടെ ഒരു 10-750 രൂപ മുടക്കിയാൽ എന്നിൽ തെളിയുന്ന ഫലങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് പൂജ പരിഹാരങ്ങളല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒറ്റ കാര്യം മാത്രം. പിതൃക്കളെ, മരിച്ചുപോയവരെ, ഇന്ന് രാവിലെ ഒരു അമ്മ വിളിച്ചു, അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അമ്മയുടെ വീട്ടിൽ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, എന്നോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, കുറേ ദിവസമായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ദൈവവിശ്വാസമില്ലാത്ത, ദൈവത്തെ പ്രപഞ്ചശക്തി, ബാക്കിയൊക്കെ വിഷ്ണുവും കിഷനും ഒക്കെ വിടുക നമ്മൾ, ആ പ്രപഞ്ചശക്തിയെ വിശ്വസിച്ചില്ലെങ്കിൽ വംശം കാണില്ല. നമുക്ക് എത്ര സ്വത്തുണ്ടായിട്ടും കാര്യമില്ല. പെട്ടി നിറച്ച് സ്വത്തുണ്ടാകുകയും ഇഷ്ടംപോലെ ഭൂമി ഉണ്ടാകുകയും ഇഷ്ടംപോലെ വിദ്യാഭ്യാസമൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ഉണ്ടാകും. പക്ഷെ വംശമില്ലെങ്കിൽ, അടുത്ത തലമുറയില്ലെങ്കിൽ ഇതൊന്നും കൊണ്ട് പ്രയോജനമില്ല. വംശം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പിതൃക്കളെ, മരിച്ചുപോയവനെ സ്മരിച്ചുകൊണ്ട് ആ ചെയ്യുന്ന ചില കർമ്മങ്ങളുണ്ട്. അത്തരം കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ ആ മോക്ഷപ്രാപ്തിക്ക് ശേഷം അത് പുനർജനിക്കുള്ളൂ. ഒരു ശാസ്ത്രത്തിനും ഒരു കുട്ടിയെ സൃഷ്ടിക്കാൻ പറ്റില്ല. എൻ്റെ മുമ്പിലെ തെളിവാണ് ശാസ്ത്രം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എഴുതിത്തള്ളിയവർക്ക് കുട്ടിയുണ്ടാകുകയും നിരവധി കുട്ടികളുണ്ടാകുന്ന ജ്യോതിഷ സംബന്ധമായ ആൾക്കാർ എഴുതി കൊടുത്തവർക്ക് ഒരു കുട്ടി ഉണ്ടാകാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ എപ്പിസോഡിൽ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിൻ്റെ ശുദ്ധിയും കർമ്മത്തിൻ്റെ ശുദ്ധിയും മനഃശുദ്ധിയും കൂടെ ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.